മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കൊരു പൂവപ്പം ഉണ്ടാക്കാം. പൂവപ്പവും ചിക്കൻ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഓരോന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോഴത്തേക്ക് എൻ്റെ ചാനലൊന്ന് ലൈക്കും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യുക. ഉണ്ടോ? പൂവപ്പം ആദ്യം അരി അരച്ചെടുക്കുക. വെള്ളത്തിലിട്ട് കുതിർത്ത് അരിയും തേങ്ങയും കൂടെ അരച്ചെടുക്കുക. അല്ലെ തേങ്ങാപ്പാലിനകത്ത് അരി അരച്ചെടുത്താലും മതി. നമുക്ക് കണ്ടോ, എന്നിട്ട് അത് മാവ് കോരി ഒഴിച്ച് നമുക്ക് കണ്ടോ പൂ പോലെ തന്നെ ഇല്ലേ, ഇതാ കണ്ടോ, അല്ലെങ്കിൽ കണ്ടോ പൂവപ്പം. ചിക്കൻ കറി, ചിക്കന് ഉള്ളി, പച്ചമുളക്, ഇഞ്ചി, കരിയാപ്പില എല്ലാം കൂടെ വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ചിക്കനും ഇട്ട് വഴറ്റി മസാല എല്ലാം കൂടെ ചേർത്ത് കറി വെക്കുക. മസാല എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിയ മസാലയാണ് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകം, കറുവപ്പട്ട, ഏലക്കായ, ജാതിപത്രി എല്ലാ മസാലക്കൂട്ടെല്ലാം കൂടെ ഞാൻ ഉണ്ടാക്കിയെടുത്തതാണ്. എന്നിട്ട് ചിക്കൻ കറി വെച്ചതാണ്. നമുക്കൊന്ന് കഴിച്ചാലോ? ഉണ്ടോ പൂവപ്പം. പൂവപ്പവും ചിക്കൻ കറി ശരിക്കും ഒറിജിനൽ പൂവാന്നേ പറയത്തുള്ളൂ. കണ്ടോ? എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ മറക്കണ്ട, ശോശാമ്മ കിച്ചൺ അല്ലെ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ. പൂവപ്പവും ചിക്കൻ കറിയും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വേണ്ടാന്ന് വെച്ചിരിക്കുന്നവർക്കും കഴിക്കാൻ തോന്നും. ആ പൂവ് കാണുമ്പോൾ തന്നെ. ഇവിടെ ചില വിരുന്നുകാരൊക്കെ വരുമ്പോൾ എനിക്ക് അപ്പോൾ ഒന്നും ഇഷ്ടമല്ല, വേണ്ടാന്ന് പറയും. പക്ഷേ ഞാനിപ്പോൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരൊക്കെ കഴിക്കും. ഇതെങ്ങനെ ഉണ്ടാക്കി, ഇതിൻ്റെ അച്ചുണ്ടോയെന്നാണ് ചോദിക്കുന്നത്. അച്ചൊന്നുമില്ല, ഞാൻ കൈ കൊണ്ട് മാത്രം ഉണ്ടാക്കുന്നതാണ്. നമുക്കത് എടുത്തിട്ട് അടുത്തതും അതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഈ പൂവപ്പം ആയില്ലേ? എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്ത് രുചിയാണെന്നറിയാം. മാവ് അരയ്ക്കുമ്പോൾ ഇച്ചിരി ജീരകവും കൂടെ അരയ്ക്കുക. അപ്പം നല്ലൊരു പ്രത്യേക രുചി കിട്ടും. ഉണ്ടോ പൂവപ്പം? എൻ്റെ ചാനൽ മറന്നുകൊണ്ടാ ശോശാമ്മ കിച്ചൺ അല്ലെങ്കിൽ ഫുഡ് ചാനൽ കേരളം ബൈ ശോശാമ്മ.